ഞാനും അനുവേട്ടനും കൂടി ഇന്ന് ഏറ്റുമാനൂർ അമ്പലം വരെ പോകുവാണേ. അനുവേട്ടൻ എപ്പോൾ കോട്ടയത്തെ വീട്ടിൽ വന്നാലും ഒന്നെങ്കിൽ തിരുനക്കര അമ്പലത്തിലോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ അമ്പലത്തിലോ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് ഏറ്റുമാനൂരിലോട്ടാണ്. ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ. പക്ഷെ ഞങ്ങൾ പോയതൊരു ഇട ദിവസം ആയതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ ഞങ്ങൾക്ക് തൊഴുതിറങ്ങാൻ പറ്റിയേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി. പിന്നെ ഞങ്ങൾക്കൊരു നേർച്ചയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നേ. അതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. പിന്നെ പുറത്ത് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങി ഞങ്ങൾ പിന്നെ പുറത്ത് നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നേ. പിന്നെ അവിടെ തന്നെയുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പുറത്ത് ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ ഈ ശിവലിംഗം അനുവേട്ടനെ കൊണ്ട് മേടിപ്പിച്ചേ. പിന്നെ ഞങ്ങൾ അതിൽ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്നിട്ട് അപ്പച്ചന് വേണ്ടിയും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ചേ. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കയറിയേ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങൾക്ക് എപ്പോൾ അമ്പലത്തിൽ പോയാലും ഒരു നെയ് റോസ്റ്റ് കഴിക്കുന്ന പതിവുണ്ടേ. അത് ഞങ്ങൾ ഇത്തവണയും മുടക്കിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കയറി നെയ് റോസ്റ്റൊക്കെ കഴിച്ചേ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നത്. ഇത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോഴും ഉള്ള പ്രഹസനമാണ്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എൻഗേജ്മെൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട മോതിരം ഞങ്ങളിങ്ങനെ കാണിക്കുമായിരുന്നു. എൻഗേജ്മെൻ്റ് എന്നല്ല, അനുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉറപ്പിക്കാൻ വന്നപ്പോൾ അവരിട്ടതും എൻ്റെ വീട്ടിൽ നിന്ന് ഉറപ്പിക്കാൻ പോയപ്പോൾ ഇവിടെ നിന്ന് ഇട്ട മോതിരമാണ്. ഞങ്ങൾ ചുമ്മാ അതൊക്കെ കാണിക്കുന്ന ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി.